അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ പ്രമാണിച്ച് അബുദാബി സുന്നി സെൻ്റർ സംഘടിപ്പിച്ചിട്ടുള്ള സീറത്തുൻ നബി എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസണിലെ 4ാമത് എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പരിശുദ്ധമായ ബുർദയിലെ 76ാമത്തെ വരിയാകുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചരിത്ര സംഭവങ്ങളിലൂടെ ഉള്ള മുഅ്ജിസത്തുകളെയാകുന്നു ചർച്ച ചെയ്യുന്നത്. വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീ അസ്സിദ്ഖു ഫിൽ ഗാരി വസ്ദിഖു ലം എരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി ളന്നുൽ ഹമാമ വളന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതി ലം തൻസുജ് വലം തഹുമി വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാഅഫത്തിൻ മിനദ്ദുറൂഇ വഅൻ ഹാലിം മിനൽ ഉത്തുമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖൈറും കറമും, ഖൈർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. ഏറ്റവും വലിയ നന്മ എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ പേര് വിളിക്കുന്നത്. വമിൻ കറമി, കറമ് എന്ന പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ് നൽകുന്നത്. അഥവാ ഔദാര്യവാൻ, ഏറ്റവും വലിയ ദാനശീലൻ എന്നൊക്കെയാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറമിനാൽ കറമ് എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഖൈർ എന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സൗർ മലയിലുള്ള സൗർ ഗുഹ ശേഖരിച്ച് വെച്ചു, അല്ലെങ്കിൽ വാരിപ്പുണർന്നു. വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീം. മക്കാ കുഫാറുകളുടെ ഓരോ കണ്ണുകൾക്കും അന്ധത ബാധിച്ചു. കണ്ണുകൾക്കൊന്നും കണ്ണ് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കറമിനെയും ഖൈറിനെയും അവർക്ക് കാണാനും സാധിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് ഈ ചരിത്ര സംഭവം. അവിടുത്തെ 53ാമത്തെ വയസ്സിൽ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട് വളഞ്ഞുകൊണ്ട് വധിക്കാൻ തന്നെ തീരുമാനിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതറിഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ വീട്ടിലെ വിരിപ്പിൽ കടത്തി ഉറക്കി ഒരു പടി മണ്ണ് വാരിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളിലേക്ക് എറിഞ്ഞ് അവരുടെ ശത്രുക്കൾക്ക്, മക്കാ കുഫാറുകൾക്ക് അവരുടെ കണ്ണുകളിലൊക്കെ അത് ബാധിച്ചു. അവർ കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ഇടയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ട് പോയത് മദീനയിലേക്ക്, പരിശുദ്ധ മദീനയുടെ നേരെ എതിർദിശയിലുള്ള ജബൽ സൗറിലെ ഗാർ സൗറിലേക്കാകുന്നു, അഥവാ സൗർ ഗുഹ. അപ്പം ആ സൗർ ഗുഹക്കാണ് ഈ വലിയ ഭാഗ്യമുണ്ടായത്. കറമാകുന്ന
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഖൈറാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വാരിപ്പുണർന്നു സൗറുമല എന്നാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇതിലുണ്ടായ ചരിത്ര സംഭവങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ മുഅ്ജിസത്താകുന്നു. ഇതാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീം. കുഫാറുകളിൽ നിന്നുള്ള ഓരോ കണ്ണുകൾക്കും അവർ ഗുഹയുടെ മുഖത്തുണ്ട്, സൗറുമലയിലുണ്ട്, എന്നിട്ടും അവർക്ക് തങ്ങളെ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം അവരുടെ കണ്ണുകൾക്കൊക്കെ അന്ന് അന്ധത ബാധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇവിടെ ഖൈർ എന്നാണ് മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ചത്. ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ നന്മയുടെ ഉടമസ്ഥൻ തങ്ങളല്ലാതെ മറ്റാര്? എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് കറമ്, ഔദാര്യവാൻ, ഏറ്റവും വലിയ ദാനശീലൻ എന്നാണ്. ഇത് ഏറ്റവും ഫിറ്റാകുന്ന ഒരു വേർഡുമാകുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ വെച്ചുകൊണ്ട് സഹാബത്തെ കിറാമിനോടൊക്കെ സംഭാവന കൊണ്ടുവരാൻ, സദക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും കൊണ്ടുവന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഊഴമെത്തിയപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, അല്ല സിദ്ദീഖ്, നിങ്ങൾ വീട്ടിൽ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞത്, നബിയെ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ബാക്കി വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവന്നത് എന്ന്. അഥവാ ഒന്നും ബാക്കി വെക്കാതെ തൻ്റെ വീട്ടിലുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് സംഭാവന ചെയ്തു കൊടുത്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമായിരുന്നു, ഉള്ളതെല്ലാം സദക്ക കൊടുക്കുക എന്നുള്ളത്. ഇത് ഈമാൻ അത്രക്കും കടികട്ടിയുള്ള ഒരാൾക്കേ സാധ്യമാകുകയുള്ളൂ. ഒന്നും ബാക്കി വെക്കാതെ സർവസ്വവും ദീനിന് വേണ്ടി ചെലവഴിച്ച ഏറ്റവും വലിയ ഔദാര്യവാനും ഏറ്റവും വലിയ ദാനശീലനുമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാകുന്നു ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തന്നെ പറഞ്ഞത്, കറമിനാലും ഖൈറിനാലും ഈ സൗർ ഗുഹ ശേഖരിച്ച് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്തായിട്ട് എണ്ണുന്നു. സത്യത്തിൽ അസ്സിദ്ഖു ഫിൽ ഗാരിവാ സിദ്ദീഖു ലം എരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീം. രണ്ടുപേരും മക്കയിൽ നിന്ന് പുറപ്പെട്ടു. സൗർ ഗുഹയിലെത്തുന്നത് വരെ ഒരു കാഫിറിനും പിടികിട്ടിയില്ല. അത് വലിയൊരു മുഅ്ജിസത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗുഹക്ക് മുകളിലൂടെ അന്വേഷിച്ചവർ നടന്നു, ഗാർ സൗറിലൂടെ അവർ നടന്നു. പക്ഷേ തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവർക്ക് കണ്ടുമുട്ടാൻ സാധിച്ചില്ല. സിദ്ദീഖും സത്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വരിയിൽ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. സിദ്ദീഖും ഗുഹക്ക് അകത്ത് തന്നെയുണ്ട്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യം, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യവാൻ. അപ്പോൾ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നേര് എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് വീഴാൻ തന്നെ കാരണം ഇസ്രാഉ മിഅറാജ്, മറ്റൊരു മുഅ്ജിസത്താകുന്ന ഇസ്രാഉ മിഅറാജുമായിട്ട് ബന്ധപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ രാത്രിയിൽ ഇസ്രാഉ മിഅറാജ് അഥവാ ആകാശങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾ ഉപയോഗിച്ച് തിരിച്ച് മക്കയിലെത്തുകയും ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് മക്കാ കുഫാറുകളൊക്കെ പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ പരിഹസിക്കുന്ന ഒരു സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിലും പോയി പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ പോലും സമയം കണ്ടെത്താതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
എൻ്റെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കറിനെ അല്ലാതെ ഏറ്റവും വലിയ സത്യവാൻ സിദ്ദീഖ് എന്ന പേര് കൊടുക്കുന്നത് മറ്റാർക്കാണ്? അതുകൊണ്ട് ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, സിദ്ഖും സിദ്ദീഖും, സിദ്ഖാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖാകുന്ന അബൂബക്കറും ഗുഹയുടെ അകത്തുണ്ട്. പക്ഷേ അവർക്ക് കാണാൻ സാധിച്ചില്ല. അവർ പരസ്പരം പറയാണ്, ബഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ. അവർ പരസ്പരം പറയുന്നു, ഈ ഗുഹയുടെ അകത്ത് ഇന്നും ഇന്നലെയൊന്നും ആരും പ്രവേശിച്ചതായിട്ട് ഞങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് ഈ ഗുഹയുടെ അകത്ത് ആരുമില്ല എന്ന് അവർ പരസ്പരം അങ്ങ് പറയുകയാകുന്നു. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ഒരു മുഅ്ജിസത്തായിട്ടാണ് ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു എണ്ണുന്നത്. എന്തുകൊണ്ട്? ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുത്ത വരിയിൽ പറയാണ്, വന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂത അലാ ഖൈരിൽ ബരിയത്തിലം തൻസുജി വലം തഹുമീ. മാടപ്രാവ് സൗർ ഗുഹയുടെ മുഖത്ത് മുട്ടയിട്ട് കൂട്ടിയിട്ടുണ്ട്. എട്ടുകാലി ചിലന്തി സൗർ ഗുഹയുടെ മുമ്പിൽ വല ചെയ്തിട്ടുമുണ്ട്. ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ഈ ഗുഹയുടെ അകത്ത് ആരും ഉണ്ടാകില്ലല്ലോ എന്നവർ ധരിച്ചു പോയി. അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജി വലം തഹുമി. ഈ ഗുഹയുടെ അകത്ത് അൽപ്പെരുമാറ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും അവിടെ മനുഷ്യവാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ചിലന്തിയും അതുപോലെ തന്നെ മാടപ്രാവും ഇവിടെ വരികയില്ല. ചിലന്തി വല നെയ്യുകയില്ല, മാടപ്രാവ് ഇവിടെ മുട്ടയിട്ട് കൂട്ടുകയില്ല എന്ന് അവർ ധരിച്ചു വെച്ചു. അതുകൊണ്ടാണ് അവർ പരസ്പരം പറഞ്ഞത്, വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീം. മാടപ്രാവ് മുട്ടയിടാൻ ഇവിടെ തയ്യാറാവില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ കണക്ക് കൂട്ടൽ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വലിയ സുരക്ഷ, വലിയ പ്രതിരോധമാണ് ഒരുക്കിയത്. പക്ഷേ രണ്ടും നിസ്സാര ജീവികളിലൂടെയായിരുന്നു, വളരെ നിസ്സാര ജീവികളിലൂടെയായിരുന്നു അള്ളാഹുവിൻ്റെ ഈ വലിയ പ്രതിരോധം ഉണ്ടാകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുകളിൽ ഒരുക്കിയിട്ടുള്ള ഈ വലിയ പ്രതിരോധം ഏറ്റവും നിസ്സാരമായ പ്രതിരോധമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മതി എന്ന് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്യാണ്. എന്ന് മാത്രമല്ല, മക്കയിലെ കുഫാറുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടാൻ വേണ്ടി 100 ഒട്ടകമാണ് ഇനാമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കയിലെ എല്ലാ മലകളും അരിച്ചു പൊറുക്കുന്നുണ്ട്, എല്ലാ ഗുഹകളിലും കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രതിരോധം ഒതുക്കേണ്ടതായിരുന്നു, ഒരുക്കി വെക്കേണ്ടതായിരുന്നു. പക്ഷേ അല്ലാഹു തആല വളരെ നിസ്സാരമായിരിക്കുന്ന 2 ജീവികളിലൂടെ, ഒന്ന് എട്ടുകാലിയിലൂടെയും ചിലന്തിയിലൂടെയും മാടപ്രാവിലൂടെയും അല്ലാഹു തആല പ്രതിരോധമൊരുക്കി. ഈ പ്രതിരോധം വലിയ പ്രതിരോധമായിരുന്നു. തങ്ങളെ പിടികൂടാൻ ഒരുപാട് ആളുകൾ തലങ്ങും വിലങ്ങും ആയുധങ്ങളുമായിട്ട്, വാളുകളുമായിട്ടൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയെടുക്കാൻ വേണ്ടി. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രതിരോധത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം അസ്തമിച്ചു എന്നതാകുന്നു ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു പറയാം. വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാഅഫത്തിൻ മിനദ്ദുറൂഇ വഅൻ ആലിം മിനൽ ഉതുമീം. സഫർ മാസം 27-ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തൻ്റെ ഹിജ്റ ആരംഭിച്ച് 3 നാൾ ഗാറ് സൗറിലായിരുന്നു. അതിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ വലിയ സർപ്പം കൊത്തി, വിഷം കയറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് അല്പം പുരട്ടിയപ്പോൾ വേദനയൊന്നും ഇല്ലാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവായി മാറി. ഇങ്ങനെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ, ഈ മുഅ്ജിസത്തുകളെക്കുറിച്ചൊക്കെയാണ് ഈ വരികളിൽ മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ, വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുദാഅഫത്തിൻ മിനദ്ദുറൂഇ വഅൻ ആലിം മിനൽ ഉത്തുമീം. ദുർബല ശക്തികളായ ചിലന്തിയുടെയും പ്രാവിലൂടെയും അള്ളാഹു ഒരുക്കിയ ഈ പ്രതിരോധം അത് ഗംഭീര ശക്തിയുപകരണങ്ങളായ കോട്ടക്കൊത്തളങ്ങളുടെയും ആയുധക്കുമ്പാരങ്ങളുടെയും ആവശ്യമില്ലാതെയാക്കി എന്ന് അല്ലേ? ഒരുപാട് ആളുകൾ, മക്കയിലെ കുഫാറുകളിലെ ഒരുപാട് ആളുകൾ വാളും പിടിച്ച് അവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞ് തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി. സുറാഖത്ത് ബിൻ മാലിക് അറിയാലോ, സുറാഖത്ത് ബിൻ മാലിക് തൻ്റെ കുതിരയുടെ അതിവേഗം വലിച്ചു വിണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞ് തങ്ങളുടെ തൊട്ട് പിന്നിലെത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സംരക്ഷിക്കും എന്നത് തീർച്ചയാണ്. ഹിജ്റയുടെ വേളയിൽ ഇത് സുറാഖത്തിന് പോലും പടിഞ്ഞ വിഷയമാകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി പരിശുദ്ധ മദീനയിലേക്ക് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ സുറാഖത്ത് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിക്കാൻ വേണ്ടി തൻ്റെ അവിടുത്തെ ഒട്ടകത്തിൻ്റെ തൊട്ടുപിറകിൽ തൻ്റെ കുതിരയുമായിട്ട് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെട്ടാൻ വേണ്ടി വാള് ഓങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിൽ ആഴ്ന്നു പോയത്. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയിലെ വലിയ മുഅ്ജിസത്തുകളായിരുന്നു. അങ്ങനെ ഈ രഹസ്യം നിങ്ങൾ മക്കയിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുകയില്ല എന്ന് എഗ്രിമെൻ്റ് എഴുതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ഫലമായിട്ട് സുറാഖത്ത് ബിൻ മാലിക് രക്ഷപ്പെട്ടത്. ഇതുപോലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കാവൽ ഇങ്ങനെയൊക്കെയാണ്. വലിയ കാവൽ നൽകേണ്ടതിന് പകരം വളരെ നിസ്സാരമായിരിക്കുന്ന ചെറിയ കാരണങ്ങളെ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സംരക്ഷിച്ചു എന്നാണ്. ഇതാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. സത്യത്തിൽ വലിയ പ്രതിരോധം ഒരുക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഗംഭീര ശക്തിയുപകരണങ്ങളായ വലിയ കോട്ടകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തയ്യാറ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതൊന്നും അല്ലാഹു തആല തയ്യാറ് ചെയ്തില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതൊക്കെ വളരെ നിസ്സാരമാകുന്നു. അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ മക്ക കുഫാറുകളെ അല്ലാഹു തആല ഏറ്റവും വലിയ നിസ്സാരരാക്കുകയാണ്. അവർ വലിയ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുക്കി നിർത്തി വാളുകളും പരിചകളും 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച് തലങ്ങും വിലങ്ങും ഒക്കെ അവർ ഓടുന്നു. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ കൊച്ചാക്കിയത് ഈ 2 ജീവികളെ കൊണ്ടാണ്. ഏത് 2 ജീവികൾ? ഈ ചിലന്തിയുടെയും അതുപോലെ തന്നെ മാടപ്രാവിനെ കൊണ്ടും അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും അക്രമം അള്ളാഹു തആല തടഞ്ഞു എന്നതാണ്. വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുദാഅഫത്തിൻ മിനദ്ദുറൂഇ വഅൻ ആലിം മിനൽ ഉത്തുമീം. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കാവൽ നൽകി. ആയുധങ്ങളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ കോട്ടക്കൊത്തളങ്ങളുടെ ആവശ്യമില്ലാതെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സഹായമാകുന്നു ഒരുക്കിയിട്ടുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ വലിയ ഖുദ്റത്ത് വിളിച്ചോതുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മുഅ്ജിസത്തായിട്ട് മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ബുർദയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാകുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത വരിയിൽ ചർച്ച ചെയ്യാം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വരിക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.